മാധവ മേനോന്റെ ബംഗ്ലാവ് പുറമേ കാണാൻ മനോഹരമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. ആ കൊട്ടാര സദൃശ്യമായ വീട്ടിലെ ഒരു മൂലയിൽ മായയുടെ മുറിയിൽ വെളിച്ചം അല്പം മങ്ങിയിരുന്നു. ജനൽ വഴി പുറത്തെ മഴയുടെ ശബ്ദം കേൾക്കാം. മായ ജനലിനരികിൽ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് പേടിയും ആദിയും പടർന്നിരിക്കുന്നു. അവളുടെ അമ്മ ജാനകി സാവധാനം വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. ജാനകി പറഞ്ഞു, മായേ, നീ ഇതുവരെ ഉറങ്ങിയില്ല മോളെ, സമയം ഒരുപാടായി. മായ തിരിഞ്ഞു നോക്കി ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മേ. രാഘവ്, അവന്റെ കാര്യമാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. ജാനകി അവളുടെ അടുത്തേക്ക് വന്ന് തോളിൽ പിടിക്കുന്നു. എന്താ മോളെ, രാഘവിനെ കുറിച്ച് എന്ത് പേടിയാണ് നിനക്ക്? മായ കണ്ണു നിറയുന്നു. അമ്മേ, രാഘവിനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. അച്ഛൻ രാഘവിന്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും വലിയ ചതി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ? സ്നേഹം കൊണ്ട് ഒരാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ജാനകി ദയനീയമായി. മോളെ, നിനക്ക് നിന്റെ അച്ഛനെ അറിയില്ലേ? അദ്ദേഹം തൻ്റെ വാശിക്ക് മുന്നിൽ പണമോ പ്രശസ്തിയോ അല്ലാതെ മറ്റൊന്നും കാണാറില്ല. രാഘവിൻ്റെ കുടുംബം കഷ്ടപ്പെടുന്നവരാണ്. അത് അച്ഛന് ഇഷ്ടമല്ല. മായ പറഞ്ഞു, അമ്മ, എനിക്കറിയാം അച്ഛൻ രാഘവനെ ഉപദ്രവിക്കാൻ പോവുകയാണെന്ന്. അമ്മേ, നമുക്ക് അച്ഛനോട് സംസാരിച്ചാലോ? അച്ഛൻ്റെ മുന്നിൽ നമുക്ക് രാഘവിനെ കുറിച്ച് തുറന്നു പറയാം. അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലോ? ജാനകി പേടിയോടെ. വേണ്ട മായേ, ഇപ്പോൾ വേണ്ട. അച്ഛൻ ദേഷ്യത്തിലിരിക്കുമ്പോൾ അത് രാഘവിനെ കൂടുതൽ അപകടത്തിൽപ്പെടുത്തും. മായ പറഞ്ഞു, ഇല്ലമ്മേ, ഇനി ഒളിച്ചു വെക്കാൻ എനിക്ക് വയ്യ. നാളെ രാവിലെ തന്നെ അച്ഛനോട് സംസാരിക്കണം. എനിക്ക് പേടിയാണ്. പക്ഷെ ആ പേടി അച്ഛൻ്റെ വാശിക്ക് മുന്നിൽ തോൽക്കാൻ പാടില്ല. രാവിലെ മാധവ മേനോൻ തൻ്റെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ചുറ്റും കനത്ത മൗനം. മായയും ജാനകിയും മെല്ലെ നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. മാധവ മേനോൻ പത്രത്തിൽ നിന്ന് മുഖമുയർത്താതെ, എന്താ രണ്ടുപേരും കൂടി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ജാനകി വിറയ്ക്കുന്ന ശബ്ദത്തിൽ, ഏട്ടാ, മായയ്ക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. മാധവ മേനോൻ പത്രം മടക്കി വെച്ച് ഗൗരവത്തോടെ നോക്കുന്നു. സംസാരിക്കണോ? എന്തു സംസാരിക്കാനാണ്? അവളുടെ മനസ്സിലുള്ള ആ പയ്യനെ കുറിച്ചാണോ? മായ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് രാഘവിന് ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് അച്ഛൻ മനസ്സിലാക്കണം. അച്ഛൻ്റെ വാശി കാരണം രാഘവിൻ്റെ കുടുംബത്തിന് ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. മാധവ മേനോൻ പുച്ഛത്തോടെ ചിരിക്കുന്നു. ആ പയ്യനെ കുറിച്ചാണ് നീ പറയുന്നത്? നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത് മായേ? നിനക്ക് ബുദ്ധിയില്ലേ? എൻ്റെ മകൾ എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവകാശി. തെരുവിൽ അലയുന്നവൻ്റെ കൂടെ പോകാനോ? ജാനകി പറഞ്ഞു, ഏട്ടാ, മോളോട് സന്തോഷമാണ് വലുത്. രാഘവ് നല്ലൊരു പയ്യനാണ്. മാധവ മേനോൻ ദേഷ്യത്തോടെ മേശയിൽ കൈവച്ചുകൊണ്ട്, നിർത്തു ജാനകി, നിനക്ക് ഇവൾക്കും വലിയ ബുദ്ധിയൊന്നുമില്ല. അവൻ ആരാണെന്ന് നിനക്കറിയുമോ? എൻ്റെ ബിസിനസ് തകർക്കാൻ നോക്കുന്നവൻ്റെ മകനാണ് അവൻ. ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. മായ നിശ്ചലയായി നിന്ന് മറുപടി നൽകുന്നു. എനിക്കറിയാമായിരുന്നു അച്ഛാ, അച്ഛൻ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ്റെ മനസ്സും സ്വഭാവവും എനിക്ക് നന്നായി അറിയാം. എനിക്ക് ആശ്ചര്യം തോന്നുന്നില്ല. അച്ഛൻ്റെ മനസ്സിൽ സ്നേഹത്തിന് സ്ഥാനമില്ല, പണവും വാശിയുമേയുള്ളൂ. മാധവ മേനോൻ പറഞ്ഞു, അതെ, അഹങ്കാരം തന്നെയാ എനിക്ക് വേണ്ടത് എൻ്റെ പദവിക്ക് യോജിച്ച ഒരാളെയാണ്. ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. മായ പറഞ്ഞു, അച്ഛൻ്റെ ബിസിനസ്സിൽ രാഘവിൻ്റെ കുടുംബം തകർന്നു പോയതിൻ്റെ കാരണക്കാരൻ അച്ഛനാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അച്ഛൻ എന്തിനാണ് അവരോട് ഇത്ര ദേഷ്യം? മരണത്തിൽ പോലും അച്ഛന് ബന്ധമുണ്ടോ? മാധവ മേനോൻ അലറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് ബിസിനസ് തന്ത്രമാണ്. കൊലപാതകമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. നീ എന്നെ കുറ്റപ്പെടുത്തേണ്ട. ഇനി ഒരിക്കലും ആ പയ്യന്റെ പേര് എൻ്റെ മുന്നിൽ പറയരുത്. മാധവ മേനോൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓഫീസിലേക്ക് നടന്നു. മായ അവിടെ തകർന്നു നിൽക്കുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണു. അവൾക്ക് അറിയാമായിരുന്നു അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന്. മായ അമ്മയോട് പറഞ്ഞു, അമ്മേ, അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ്റെ അഹങ്കാരം അതിലധികം വലുതാണ്. ഇനി രാഘവനെ എനിക്ക് നേരിട്ട് തന്നെ അറിയിക്കണം. രാഘവ് സൂക്ഷിക്കണം അമ്മേ. അച്ഛൻ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. മാധവ മേനോൻ ഇറങ്ങിപ്പോയതിനു ശേഷം മായ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ രാഘവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് ഫോൺ ബെല്ലടിക്കുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. രാഘവ് ഫോൺ എടുത്ത് വളരെ ശാന്തമായി പറഞ്ഞു, ഹലോ മായേ, എന്തു പറ്റി? നീ എന്തിനീ സമയത്ത് വിളിക്കുന്നത്? മായ കരച്ചിലടക്കാനാവാതെ പറഞ്ഞു, രാഘവ്, എനിക്ക് വലിയ പേടിയാകുന്നു രാഘവ് പരിഭ്രാന്തിയോടെ. മായ, എന്താ ഉണ്ടായത്? നീ എന്തിനാ കരയുന്നത്? വ്യക്തമായി പറ. മായ പറഞ്ഞു, ഞാനും അമ്മയും കൂടി ഇന്ന് അച്ഛനോട് സംസാരിച്ചു രാഘവ്. നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ്റെ മുന്നിൽ ഞാൻ കൈകൂപ്പി യാചിച്ചു. രാഘവ് ദീർഘനിശ്വാസത്തോടെ. എന്നിട്ട് മാധവ മേനോൻ എന്തു പറഞ്ഞു? മായ പറഞ്ഞു, അച്ഛൻ ഒട്ടും സമ്മതിക്കുന്നില്ല രാഘവ്. അച്ഛൻ്റെ അഹങ്കാരവും ദേഷ്യവും പണ്ടത്തേക്കാൾ കൂടുതലാണ്. നിന്റെ കുടുംബം പാവപ്പെട്ടവരാണെന്നും അങ്ങനെയുള്ള നിനക്ക് എന്നെ തരില്ലെന്നുമാണ് അച്ഛൻ പറയുന്നത്. അതുമാത്രമല്ല,
അച്ഛൻ നിന്റെ കുടുംബത്തെ പൂർണ്ണമായി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നത് നിന്റെ അമ്മയെയും അനിയനെയും ഓർത്താണ് രാഘവ്. അച്ഛൻ എന്തും ചെയ്യാൻ മടിക്കില്ല. രാഘവ് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. മായ, നീ സങ്കടപ്പെടരുത്. മാധവമേനൊരു പണത്തിന്റെ അഹങ്കാരമുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ കുടുംബത്തിന്റെ നേർക്ക് അവൻ വരില്ല. നീ ധൈര്യമായിരിക്കെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഫോൺ വെച്ചതിന് ശേഷം രാഘവ് പൂമുഖത്ത് തനിയെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യവും വിഷമവും നിറഞ്ഞു നിൽക്കുന്നു. അവന്റെ മാറ്റം കണ്ട് അമ്മ ലക്ഷ്മി സാവധാനം അടുത്തേക്ക് വന്നു. ലക്ഷ്മി പറഞ്ഞു, രാഘവ, എന്താ മോനെ നീ തനിയെ ഇരുന്ന് ആലോചിക്കുന്നത്? ഫോണിൽ സംസാരിച്ചപ്പോൾ മായമോൾ എന്തെങ്കിലും പറഞ്ഞോ? രാഘവ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, മായയുടെ വീട്ടുകാർ കാര്യങ്ങൾ അത്ര ശരിയല്ല. അവളും അമ്മയും കൂടി മാധവ മേനോനോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചു. ലക്ഷ്മി ആദിയോടെ. എന്നിട്ട് ആ മനുഷ്യൻ എന്തു പറഞ്ഞു രാഘവ? രാഘവ് പറഞ്ഞു, പഴയ ശത്രുതയും പണത്തിന്റെ അഹങ്കാരവും വെച്ച് അവൻ മായയെ എനിക്ക് തരില്ലെന്ന് പറഞ്ഞമ്മേ. എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ വീണ്ടും അപായപ്പെടുത്തുമെന്നും തകർക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ലക്ഷ്മി കണ്ണു നിറഞ്ഞുകൊണ്ട് ദയനീയമായി പറഞ്ഞു. എന്റെ ഭഗവാനെ, ആ മനുഷ്യൻ ഇനിയും നമ്മളോടുള്ള ദേഷ്യം മാറിയില്ലേ? നിന്റെ അച്ഛൻ്റെ ആയുസ് എടുത്തത് പോരാഞ്ഞിട്ടാണോ ഇനിയും നമ്മളെ വേട്ടയാടുന്നത്? രാഘവ് പറഞ്ഞു. അമ്മ, എനിക്കിനി സഹിക്കാൻ പറ്റില്ല. അവൻ എത്ര വലിയ പണക്കാരനായാലും എനിക്ക് പേടിയില്ല. ഞാൻ നാളെ അവൻ്റെ ബംഗ്ലാവിൽ പോയി നേരിട്ട് ചോദിക്കാൻ പോവുകയാണ്. ലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒറ്റയ്ക്കല്ല രാഘവ, ഞാനും വരും നിന്റെ കൂടെ. മാധവമേനോന്റെ മുന്നിൽ വെറും കൈയോടെയല്ല, നിന്റെ അമ്മയായി തല ഉയർത്തി തന്നെ ഞാൻ നിൽക്കും. എനിക്ക് ആ മനുഷ്യനോട് കുറച്ച് ചോദിക്കാനുണ്ട്. രാവിലെ മാധവമേനോന്റെ കൂറ്റൻ ബംഗ്ലാവിലേക്ക് രാഘവും അമ്മ ലക്ഷ്മിയും നടന്നെത്തുന്നു. ഹാൾ മുറിയിൽ മാധവമേനോൻ ഗൗരവത്തിലിരിക്കുന്നുണ്ട്. അരികിൽ മായയും അമ്മ ജാനകിയും ഭയത്തോടെ നിൽക്കുന്നു. രാഘവനെയും അമ്മയെയും കണ്ടതും മാധവമേനോൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. മാധവമേനോൻ വളരെ പുച്ഛത്തോടെ പറഞ്ഞു. ആഹാ, ഇതാരാ? ശിവദാസിന്റെ ഭാര്യയും മകനുമോ? എന്റെ വീടിന്റെ പടി കടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? രാഘവ് മുന്നോട്ട് ആഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. മേനോൻ സാർ, ശബ്ദമുയർത്തി സംസാരിക്കരുത്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നാവടക്കി സംസാരിക്കണം. മാധവമേനോൻ അലറിക്കൊണ്ട് പറഞ്ഞു. മിണ്ടാതിരിയടാ, നീ എന്നെ ഉപദേശിക്കാൻ വളർന്നോ? ലക്ഷ്മി മകന്റെ തോളിൽ പിടിച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. മേനോൻ സാർ, നിങ്ങൾ അടങ്ങൂ. എൻ്റെ മകൻ പറഞ്ഞതിൽ തെറ്റില്ല. പണ്ട് എൻ്റെ ഭർത്താവിനെ ബിസിനസ്സിൽ ചതിച്ച് വഴിയാധാരമാക്കിയപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ മക്കളുടെ ഭാവിയുടെ കാര്യമാണ്. രാഘവും മായയും തമ്മിൽ സ്നേഹത്തിലാണ്. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. നിങ്ങളുടെ പഴയ പക അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പാം. എൻ്റെ മകന് നിങ്ങളുടെ മകളെ തരണമേ. മാധവമേനോൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൈ കൂപ്പിയാലും കാല് പിടിച്ചാലും എൻ്റെ മകളെ ഈ പട്ടിണിപ്പാവത്തിന് ഞാൻ തരില്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ മായ മുന്നിലേക്ക് ഓടി വരുന്നു. മായ അച്ഛന് നേരെ വിരൽ ചൂണ്ടി വാശിയോടെ പറഞ്ഞു. അച്ഛൻ നിർത്ത്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ രാഘവന്റെ കൂടെ ഇറങ്ങിപ്പോകും. എനിക്ക് അച്ഛൻ്റെ പണവും പ്രൗഢിയും വേണ്ട. രാഘവന്റെ സ്നേഹം മാത്രം മതി. മാധവമേനോൻ രക്തം തിളച്ചുകൊണ്ട് മായയ്ക്ക് നേരെ അലർന്നു. ഇറങ്ങിപ്പോകുമെന്നോ? എൻ്റെ പടി കയറുന്ന നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ വീട്ടിലേക്ക് നിനക്ക് തിരിച്ചു കയറ്റമില്ല. നിന്നെ ഞാൻ ഈ വീട്ടുതടങ്കലിലിടും. രാഘവ് സഹികെട്ട് മാധവമേനോന് നേരെ ദേഷ്യത്തോടെ പാഞ്ഞെടുക്കുന്നു. എന്താടോ പറഞ്ഞത്? മായയെ തടങ്കലിലിടുമെന്നോ? നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി മായയുടെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയാൽ നിന്റെ ഈ കൊട്ടാരം ഞാൻ തല്ലി തകർക്കും. രാഘവ് ദേഷ്യത്തോടെ മേനോനെ അടിക്കാൻ കൈയോങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അമ്മ ലക്ഷ്മി രാഘവന്റെ കൈ പിടിച്ചു മാറ്റുന്നു. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട രാഘവ, അരുത് മോനെ. നമ്മൾ ഇവരുടെ നിലവാരത്തിലേക്ക് താഴരുത്. ഇവരുടെ പണത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ നമ്മൾ നിൽക്കേണ്ടതില്ല. വാ മോനെ. രാഘവ് അമ്മയെ നോക്കി ദേഷ്യം അടക്കി മാധവമേനോനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഓർത്ത് വെച്ചോ മാധവമേനോൻ സാർ, മായ എൻ്റേതാണ്. അവളെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ലക്ഷ്മി രാഘവന്റെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോകുന്നു. മായ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. മാധവമേനോൻ ദേഷ്യത്തോടെ വിറച്ചു നിൽക്കുന്നു. മായയുടെ വീടിന്റെ പടി ഇറങ്ങി പോരുമ്പോൾ രാഘവിന്റെ അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് അമ്മയുടെ കരച്ചിൽ മാറിയില്ല. അമ്മ പറഞ്ഞു. രാഘവ, എന്തിനാണ് നമ്മൾ അവിടെ പോയി വീണ്ടും ചീത്ത കേട്ടത്? ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ എനിക്ക് പണ്ട് നിന്റെ അച്ഛൻ അനുഭവിച്ച സങ്കടമാ ഓർമ്മ വന്നത്. ഇനി ഇങ്ങനത്തെ വഴക്കിനൊന്നും പോണ്ട മോനെ, എനിക്ക് പേടിയാകുന്നു. നിനക്ക് എന്തേലും പറ്റിയാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? രാഘവ് പറഞ്ഞു. അമ്മേ, സങ്കടപ്പെടാതെ. മായയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അമ്മേ. പക്ഷെ ഇനി ഞാൻ ആ വീടിന്റെ പടി ചവിട്ടില്ല. അമ്മ പേടിക്കേണ്ട. അന്ന് രാത്രി ആ വീട് മുഴുവൻ സങ്കടത്തിൽ മുങ്ങി. അതേസമയം മാധവമേനോന്റെ ബംഗ്ലാവിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. അച്ഛനോട് വഴക്കിട്ട് മായ മുറിയിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. രാത്രി വൈകി തലവേദനയും ദേഷ്യവും കാരണം അസ്വസ്ഥനായ മാധവമേനോൻ ആരോടും പറയാതെ കാർ എടുത്ത് പുറത്തേക്ക് പോയി. പതിവില്ലാത്ത വേഗതയിലായിരുന്നു ആ യാത്ര. അല്പം കഴിഞ്ഞ് മഴ പെയ്തു കിടന്ന റോഡിലെ വളവിൽ വെച്ച് എതിർവശത്തു നിന്നും വന്ന ലോറിയെ വെട്ടിക്കാൻ ശ്രമിക്കവേ
അദ്ദേഹത്തിന്റെ കാർ നിയന്ത്രണം വിട്ട് മരത്തിലേക്ക് ഇടിച്ചു കയറി. രാത്രി 2 മണിയോടെ രാഘവന്റെ ഫോൺ അടിച്ചു. മായയായിരുന്നു അപ്പുറത്ത്. ഫോണിൽ മായയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മായ പറഞ്ഞു, രാഘവ്, പെട്ടെന്നൊന്നു വാ. അച്ഛന് വലിയൊരു ആക്സിഡന്റ് പറ്റി. വണ്ടി പോസ്റ്റിൽ പോയി ഇടിച്ചതാ. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ICUവിലാണ് കിടത്തിയിരിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ രാഘവ്, നീ വേഗം വാ. രാഘവ് പറഞ്ഞു, മായ നീ കരയാതെ, ഞാൻ ദപ്പം എത്താം, നീ ടെൻഷനാവാതെ നിൽക്ക്. രാഘവ് ഡ്രസ്സ് പോലും മാറാതെ വണ്ടിയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. തിയേറ്ററിന് മുന്നിൽ വിറച്ചു നിൽക്കുന്ന മായയെ കണ്ടതു അവൻ അവളെ ചേർത്ത് പിടിച്ചു. രാഘവ് പറഞ്ഞു, മോളെ, എന്താ ഡോക്ടർ പറഞ്ഞത്? മായ രാഘവന്റെ നെഞ്ചിലേക്ക് ചാരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തലയ്ക്കാണ് വലിയ അടിയേറ്റിരിക്കുന്നത് രാഘവ്. രക്തം ഒരുപാട് പോയി. അർജന്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. ഡോക്ടർ കുറച്ചു മുൻപ് ഇറങ്ങി വന്ന് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ അച്ഛന് പഴയതുപോലെ സംസാരിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അല്ലെങ്കിൽ ഓർമ്മക്കുറവോ ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോവുകയോ ചെയ്യുമെന്ന്. എനിക്ക് പേടിയാകുന്നു രാഘവ്. രാഘവ് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല മായേ, നമ്മളില്ലേ കൂടെ, നീ ധൈര്യമായിരിക്കെ. ഡോക്ടർ പുറത്തു വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമാണ്. ജീവന് കുഴപ്പമില്ല. പക്ഷെ തലച്ചോറിന് അടിയേറ്റതുകൊണ്ട് സംസാരശേഷി പോയിട്ടുണ്ട്. ഇടതുവശം പകുതി തളർന്ന മട്ടാണ്. വീട്ടിൽ കൊണ്ടുപോയാലും കുറച്ചു കാലം സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിപ്പച്ചെറുപ്പം നോക്കാതെ നല്ല പരിചരണം വേണം. ആശുപത്രിയിൽ നിന്നും മാധവ് മേനോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പണ്ട് അഹങ്കാരത്തോടെ ഗർജിച്ചിരുന്ന ആ മനുഷ്യൻ ഇന്ന് കട്ടിലിൽ കിടന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വിഷമിക്കുകയാണ്. വാക്ക് പുറത്തേക്ക് വരുന്നില്ല, കണ്ണുകൾ മാത്രം നിറയുന്നു. ഈ അവസ്ഥയിൽ മായ തളർന്നു പോയപ്പോൾ രാഘവും അവന്റെ അമ്മയുമാണ് ആ വീട്ടിലേക്ക് ഓടിയെത്തിയത്. രാഘവ് തന്റെ പഴയ പിണക്കങ്ങളെല്ലാം മറന്നു. എന്നും രാവിലെ വന്ന് മാധവ മേനോന് മരുന്ന് കൊടുക്കാനും കുളിപ്പിക്കാനും മുച്ചക്ര കസേരയിൽ ഇരുത്തി വരാന്തയിലേക്ക് കൊണ്ടുവന്നിരുത്താനും രാഘവ് മുന്നിൽ നിന്നു. ഒരു ദിവസം രാഘവ് കഞ്ഞി കോരി കൊടുക്കുമ്പോൾ മാധവ മേനോന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വഴുതി വീണു. താൻ പട്ടിണിപ്പാവമെന്നും ശത്രുവെന്നും വിളിച്ച് ആക്ഷേപിച്ച ചെക്കനാണ് ഇന്ന് സ്വന്തം മകനെ പോലെ തന്റെ മലമൂത്ര വിസർജനവും പോലും അറപ്പില്ലാതെ കോരി മാറ്റുന്നത്. പതുക്കെ പതുക്കെ 2 മാസത്തെ കൃത്യമായ തെറാപ്പിയും രാഘവന്റെ പരിചരണവും കാരണം മാധവൻ മേനോൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. മാധവൻ ഇടറിയ ശബ്ദത്തിൽ രാഘവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, രാഘവ, എന്നോട് ക്ഷമിക്കട മോനെ. അഹങ്കാരം കൊണ്ട് ഞാൻ കുറെ തെറ്റ് ചെയ്തു. ഈ കിടപ്പിൽ നീയാടെ എന്നെ നോക്കിയത്. സ്വന്തം ചോറ് പോലും ഇത്രയും ചെയ്യില്ല. രാഘവ് പറഞ്ഞു, അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട അച്ഛാ. അച്ഛന് പഴയതുപോലെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ആദ്യമായി രാഘവ് അയാളെ അച്ഛ എന്ന് വിളിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ മാധവ മേനോന്റെ നെഞ്ചു നിറഞ്ഞു. മാധവ മേനോൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. താൻ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ ചുമതലയും അയാൾ രാഘവനെ ഏൽപ്പിച്ചു. രാഘവ് തന്റെ അച്ഛന്റെ പഴയ കമ്പനിയും മാധവ മേനോന്റെ ബിസിനസ്സും ഒരേപോലെ ബുദ്ധിപൂർവ്വം നോക്കി നടത്താൻ തുടങ്ങി. മാധവ മേനോന് പൂർണ്ണമായി സുഖമായി വരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ മാധവ മേനോൻ തനിയെ കാർ ഓടിച്ച് രാഘവന്റെ തറവാട്ട് വീട്ടിലെത്തി. കൈകളിൽ മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളുമായി വന്നിറങ്ങിയ അദ്ദേഹത്തെ കണ്ട് രാഘവന്റെ അമ്മ ലക്ഷ്മിയും അനിയൻ കാർത്തിക്കും അത്ഭുതപ്പെട്ടു. മാധവ മേനോൻ ലക്ഷ്മിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, പെങ്ങളെ, പണ്ട് ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങിപ്പോയത് അഹങ്കാരത്തോടെയാണ്. ഇന്ന് ഞാൻ വന്നത് എന്റെ മകൾ മായയ്ക്ക് വേണ്ടി നിങ്ങളുടെ മകൻ രാഘവന്റെ കൈ ചോദിക്കാനാണ്. എന്നോട് ക്ഷമിക്കണം. ലക്ഷ്മി കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ മേനോൻ സാർ, കഴിഞ്ഞതൊന്നും നമ്മൾ ഓർക്കേണ്ട. മക്കളുടെ സന്തോഷമല്ലേ പ്രധാനം. ഞങ്ങൾക്കുമില്ല മായമോളെ എത്രയോ കാലമായി ആഗ്രഹം. അന്ന് വൈകുന്നേരം തറവാട്ട് വീട്ടിൽ വെച്ച് ലളിതമായ രീതിയിൽ രാഘവന്റെയും മായയുടെയും വിവാഹ നിശ്ചയം നടന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് രാഘവ് മായയെ തിരികെ വീട്ടിലാക്കാൻ പോകുന്ന വഴി മഴ പെയ്തു തോർന്ന നേരം കാർ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരു കായലോരത്ത് രാഘവ് നിർത്തി. പുറത്ത് നേർത്ത തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ ഒരു നേർത്ത നിശബ്ദത പടർന്നു. മായ വിരലുകൾ കൊണ്ട് തന്റെ സാരിത്തുമ്പിൽ പിടിച്ച് കളിക്കുകയായിരുന്നു. രാഘവ് അവളുടെ കൈകളിൽ മെല്ലെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എന്താ മായ ഒന്നും മിണ്ടാത്തത്? മുഖത്ത് വലിയൊരു ആലോചനയാണല്ലോ. മായ രാഘവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഇന്നും ഇതൊരു സ്വപ്നം പോലെ തോന്നുകയാ രാഘവ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലൂടെ നമ്മൾ നടന്നു വന്നത്, അച്ഛൻ മാറിയത്, ഒടുവിൽ നമ്മൾ ഒന്നിക്കാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് പേടിയാകും, പെട്ടെന്ന് ഉണർന്നു പോയാൽ ഈ സന്തോഷമെല്ലാം ഇല്ലാതാകുമോ എന്ന്. രാഘവ് അവളുടെ 2 കൈകളും തന്റെ കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിക്കുന്നു. ഇതൊന്നും സ്വപ്നമല്ല മായേ. ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും വേദനകൾക്കും ദൈവം തന്ന മധുരമുള്ള മറുപടിയാണിത്. നിന്നെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തിയാൽ ഞാൻ അനുഭവിച്ച യാതനകളൊന്നും എനിക്ക് സങ്കടമായി തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള വെളിച്ചം നീയാണ്. മായ കണ്ണുകൾ നനഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്കറിയാം രാഘവ്, അച്ഛൻ ആക്സിഡൻ്റായി കിടന്നപ്പോൾ എൻ്റെ ലോകം തകർന്നു പോയ നിമിഷത്തിൽ നീ എനിക്ക് തന്ന തണൽ അതെനിക്ക് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. രാഘവ് അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് സാവധാനം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർക്കുന്നു.
ഇനി കരയരുത് മായേ. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളിയും എൻ്റെ നെഞ്ചിലാണ് തട്ടുന്നത്. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ്. ഇനിയുള്ള കാലം നിന്നെ ഒരു രാജ്ഞിയെ പോലെ ഞാൻ നോക്കും. മായ തൻ്റെ തല രാഘവിൻ്റെ തോളിലേക്ക് ചരിച്ചു വെച്ചു. ആ നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ മാത്രം കേൾക്കാമായിരുന്നു. പുറത്തു പെയ്യുന്ന നേർത്ത മഴത്തുള്ളികൾ പോലെ അവരുടെ സ്നേഹം കൂടുതൽ ആഴമുള്ളതായി മാറി. അടുത്ത ദിവസങ്ങളിൽ 2 വീടുകളിലും കല്യാണത്തിന്റെ ബഹളങ്ങളായിരുന്നു. തറവാട് വീട് മുഴുവൻ ചായം പൂശി പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചു. മാധവ മേനോൻ മുൻകൈയെടുത്ത് താലിയും വസ്ത്രങ്ങളും വാങ്ങാൻ രാഘവനെയും അമ്മയെയും ഒപ്പം കൂട്ടി. മാധവ മേനോൻ പറഞ്ഞു, രാഘവ, കല്യാണം വളരെ വിപുലമായി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ മായയ്ക്ക് ലളിതമായി മതി എന്നാണ് വാശി. രാഘവ് പറഞ്ഞു, അതെ അച്ഛാ, ആർഭാടങ്ങളെക്കാൾ പ്രധാനം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയല്ലേ. നമ്മുടെ 2 കുടുംബങ്ങളും ഒന്നാകുന്നതിലും വലിയ ആഘോഷം വേറെ എന്താണ്? രാഘവിന്റെ അമ്മയും മായയുടെ അമ്മ ജാനകിയും ചേർന്ന് വീടുകളിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അനിയൻ കാർത്തിക്കും കാവ്യയും ചേച്ചി മായയെയും രാഘവേട്ടനെയും കളിയാക്കി സന്തോഷം പങ്കുവെച്ചു. അമ്പലമുറ്റത്ത് പ്രഭാതകിരണങ്ങൾ പടരുന്ന നേരം. മനോഹരമായി അലങ്കരിച്ച മണ്ഡപം. കസവമുണ്ടും മേൽമുണ്ടും അണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി രാഘവ് മണ്ഡപത്തിലേക്ക് കയറി. അല്പസമയത്തിനകം മനോഹരമായ കാഞ്ചീപുരം പട്ടുസാരിയും തുളസിമാലയും അണിഞ്ഞ് അമ്മമാരുടെ കൂടെ മായയും പടിയിറങ്ങി വന്നു. നാണം കലർന്ന പുഞ്ചിരിയോടെ അവൾ രാഘവന് നേരെ നടന്നു. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹത്തോടെ ശുഭമുഹൂർത്തത്തിൽ രാഘവ് മായയുടെ കഴുത്തിൽ താലി ചാർത്തി. താലി കെട്ടുന്ന നിമിഷത്തിൽ മായ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. രാഘവ് അവളുടെ സിന്ദൂര രേഖയിൽ ചുവന്ന തിലകം ചാർത്തി കൊടുത്തു. മാധവമേനോന്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ നിറഞ്ഞു നിന്നു. അദ്ദേഹം രാഘവന്റെ തോളിൽ തട്ടി. മായയുടെ കൈകൾ രാഘവന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു. മാധവമേനോൻ പറഞ്ഞു, എൻ്റെ മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് മോനെ. അവളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. രാഘവ് പറഞ്ഞു, എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളാം അച്ഛാ. വൈകുന്നേരം രാഘവന്റെ തറവാട്ട് വീട്ടിലേക്ക് വലതുകാൽ വെച്ച് മായ കടന്നു വന്നു. പൂമുഖത്ത് അമ്മ കൊളുത്തിവെച്ച നിലവിളക്കിന്റെ വെളിച്ചം അവളിലേക്ക് പടർന്നു. സമയം രാത്രി 10 മണി. തറവാട് വീടിന്റെ മുകളിലത്തെ നിലയിലെ വലിയ മുറി. പാതി തുറന്നിട്ട ജനലിലൂടെ തണുത്ത രാത്രിക്കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ട്. മുറിയിലാകെ മുല്ലപ്പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും നേർത്ത സുഗന്ധം. കട്ടിലിൽ കസവ് സാരിയെടുത്ത് മുടിയിൽ മുല്ലപ്പൂക്കൾ ചൂടി മായ ഇരിക്കുകയാണ്. അവളുടെ കൈകൾ സാരിത്തുമ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. മനസ്സിൽ സന്തോഷവും ഒപ്പം ചെറിയൊരു വിറയലും നാണവും പടരുന്നുണ്ടായിരുന്നു. വാതിൽ പതുക്കെ തുറന്ന് രാഘവ് അകത്തേക്ക് വന്നു. അവനും ഒരു നേർത്ത വിറയലുണ്ടായിരുന്നു. വാതിലടച്ച് കുറ്റിയിട്ട് അവൻ തിരിഞ്ഞു നിന്നു. മായ മെല്ലെ തല ഉയർത്തി അവനെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ ഒരൊറ്റ നോട്ടത്തിൽ അവർ ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും ഒടുവിൽ കൈവന്ന ആശ്വാസവും എല്ലാം ഉണ്ടായിരുന്നു. രാഘവ് സാവധാനം നടന്ന് കട്ടിലിനരികിലേക്ക് വന്നിരുന്നു. അവൻ മായയുടെ മുഖത്തേക്ക് പതുക്കെ നോക്കി. മായേ, ഒരുപാട് ക്ഷീണിച്ചോ നീ? മായ നാണത്തോടെ തല താഴ്ത്തി നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഏയ് ഇല്ല രാഘവ്, അമ്മയും കാവ്യയുമൊക്കെ ഒരുപാട് സഹായിച്ചു. എനിക്ക് ക്ഷീണമൊന്നുമില്ല. രാഘവ് അവളുടെ ചെറിയ വിറയിൽ മനസ്സിലാക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിനെത്ര പേടി? കയ്യൊക്കെ തണുത്ത് മരവിച്ചിരിക്കുകയാണല്ലോ. രാഘവ് മെല്ലെ അവളുടെ വിറയ്ക്കുന്ന വലതുകൈ തൻ്റെ 2 കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകളുടെ ചൂട് തട്ടിയപ്പോൾ മായയുടെ ഉള്ളിലേക്ക് ഒരു വലിയ ആശ്വാസം പടർന്നു. അവൾ പതുക്കെ രാഘവിൻ്റെ മുഖത്തേക്ക് നോക്കി. മായ കണ്ണുകളിൽ ഈർപ്പത്തോടെ പറഞ്ഞു, പേടിയല്ല രാഘവ്, ഇത്രയും നാൾ നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ നിമിഷമാണിതെന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു നെഞ്ചിടിപ്പാണ്. അച്ഛൻ്റെ ഭീഷണികൾ, പണം, ശത്രുത, ഇതിനെയൊക്കെ മറികടന്ന് ഞാൻ നിന്റെ കൂടെ ഈ മുറിയിൽ നിന്റെ ഭാര്യയായി ഇരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാഘവ് അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്ത് വന്ന് വിരലുകൾ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല മായേ. അന്നൊക്കെ അച്ഛൻ്റെയും സാഹചര്യങ്ങളുടെയും തടവുകാരിയായിരുന്നു നീ. പക്ഷെ ഇന്ന് നീ എൻ്റെ മാത്രമാണ്. ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ ജീവൻ്റെ ഭാഗമാണ് നീ. രാഘവ് മെല്ലെ ആഞ്ഞ് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുണ്ടുകൾ അമർത്തി. മായ കണ്ണുകൾ പതുക്കെ അടച്ചു. ആ സ്പർശനത്തിൽ അവളുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞുപോയി. അവളുടെ വിരലുകൾ രാഘവന്റെ ഷർട്ടിന്റെ കോളറിൽ അമർന്നു. മായ ഇടറിയ ശബ്ദത്തിൽ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് കൂടുതൽ അടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും ജനിക്കുകയാണെന്നാണ് രാഘവ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറ്റിയത് നിന്റെ ഈ സ്നേഹമാണ്. രാഘവ് അവളെ 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ചു. നമ്മുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയത് വലിയൊരു കൊടുങ്കാറ്റാണ് മായേ. ഇനി നമുക്ക് നന്മയുടെ സ്നേഹത്തിന്റെ നാളുകളാണ്. രാഘവ് പതുക്കെ അവളുടെ മുടിയിലുള്ള മുല്ലപ്പൂക്കളുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവളുടെ കവിളുകളിലേക്കും കഴുത്തിലേക്കും അടുക്കുന്നു. മായയുടെ ഹൃദയമിടിപ്പ് കൂടുന്തോറും അവൾ രാഘവിനെ കൂടുതൽ മുറുക്കെ പുണരുന്നു. ജനലിലൂടെ വീശുന്ന തണുത്ത കാറ്റിൽ മുറിയിലെ വിളക്കിന്റെ നാളം നേർത്തു വിറച്ചു.
രാത്രിയുടെ ശാന്തതയിൽ രണ്ട് ഹൃദയങ്ങൾ ഒന്നായി മാറുന്ന ആ നിമിഷത്തിൽ അവരുടെ കഥ സമ്പൂർണ്ണമാവുകയായിരുന്നു.